ഡിസംബർ 27 ഞാൻ കാനഡയിൽ 2017 എത്തുന്നത്. ഡിസംബർ 31 ന്യൂ ഇയർ സെലിബ്രേഷൻ ഇവിടെ അടിപൊളിയായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയൊരു ജാക്കറ്റും ബൂട്ട്സും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അന്നത്തെ വെതർ എന്ന് പറഞ്ഞാൽ -31 ആയിരുന്നു. എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഞാൻ ഏകദേശം ഡൗൺ ടൗൺ ഏരിയയിൽ അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ കുറച്ചു നേരം നിന്നപ്പോഴത്തേനും എന്റെ കാല് മൊത്തത്തില് ഫ്രീസായി. പ്രോപ്പറായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് ലോക്ക്. നല്ലൊരു ക്രൗഡിന്റെ സെന്ററിലാണ് ഞാൻ നിൽക്കുന്നത്. തിരിച്ചു പോകണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഞാൻ ഈ സമയത്ത് ആരും കൂടെ ഇല്ല. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ആവേശത്തിന് പുറത്തിറങ്ങി പോകുകയും ചെയ്ത് എന്ത് ചെയ്യുന്ന അറിയിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഹീറ്റർ ഔട്ട്ഡോർ സെറ്റപ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി കുറച്ചു നേരത്തപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടി. പക്ഷെ ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ തീർന്നു, ഇനി ഞാൻ എന്റെ വീട്ടുകാരെ കാണാൻ പോകുന്നില്ല, ഇതെല്ലാം തീർന്നു. എന്തോ ഭാഗ്യത്തിന് പ്രോഗ്രാം പെട്ടെന്ന് കഴിഞ്ഞു. ആൾക്കാർ ഉന്തി എന്നെ എങ്ങനെയൊക്കെയോ സബ്വേ സ്റ്റേഷനിൽ ഞാൻ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സഭയിൽ എത്തി, ഹീറ്റർ കുറച്ച് നേരം നിന്ന് ഓക്കെ ആയി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇത് നിന്റെ പുനർജന്മം ആടാന്നുള്ളത്. അതായിരുന്നു സീൻ. വിന്റർ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു സ്കേറി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും ഞാൻ വെതർ നോക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള വിന്റർ ഗിയേഴ്സ് ഇടാതെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല.